ഞാൻ തിരികെ എത്താം ശ്രീത്ത്. വിനു കിരിയത്ത്, ഒരു കാര്യം നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് അതിനെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് അതിനകത്ത് തന്നെ നിന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഒരു പക്ഷേ ഈ 7.5 വർഷമായിട്ട് ഈ കേസ് കാണുമ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ പറഞ്ഞതുപോലെ അത്രയും അസാധാരണമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുമോ, ഇതിൻ്റെ ഭാവി എന്താകും എന്നുള്ളൊരു സംശയം ഈ കേസ് നിരീക്ഷിക്കുന്ന ആർക്കും ഉണ്ടാകും. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കുന്നതും അത് തന്നെയാണ് എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? നമുക്ക് ഈ വിചാരണ നീട്ടിവെക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമില്ല. നമുക്കറിയാമല്ലോ, പാം ഓയിൽ കേസ്, ലാവ്ലിൻ കേസ്, ബോഫോഴ്സ് കേസ്, ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മളൊക്കെ കൊച്ചിലെ കേട്ടിട്ട് ഇന്നും പലതിൻ്റെയും വിധി പുറത്ത് വന്നിട്ടില്ല. പിന്നെ നോക്കൂ, നല്ല വക്കീലും നമുക്ക് ധനവും ഉണ്ടെങ്കിൽ ഏതൊരു പ്രതി അല്ലെങ്കിൽ പ്രതി എന്ന് ആരോപിക്കപ്പെട്ടവനും അത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റും. വക്കീൽ ഫീസ് കൊടുക്കാൻ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. ഒരു സുപ്രീം കോടതിയിൽ 45 തവണ ഇത് വിചാരണ ഇതിനെതിരായിട്ട് പോയിട്ടുണ്ട്. എത്ര കോടികൾ മുടക്കണം. അപ്പോൾ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്ന് ജാമ്യം കൊടുത്തതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. വിചാരണ നടക്കുന്നില്ല, അയാൾ 7.5 വർഷം അടുത്ത് കിടന്നു. അപ്പോൾ അത് മിടുക്കാണ് ഒരുപക്ഷെ പ്രതിഭാഗത്തിൻ്റെ ആണെങ്കിൽ. എല്ലാ വക്കീലന്മാരും അവരവരുടെ വിജയമാണ് എപ്പോഴും നോക്കുക. എൻ്റെ പ്രതിയെ രക്ഷിക്കുക, അല്ലെങ്കിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ടവനെ രക്ഷിക്കുക എന്നുള്ളതാണ് ഏതൊരു വക്കീലിൻ്റെയും കടമ. അതിവിടെ നടക്കുന്നു. അപ്പം നമുക്ക് എന്ത് പറ്റി, ഒരു ടൈം ലിമിറ്റ് ഇല്ല. നമ്മുടെ ഇതിനകത്ത് ഒരു ടൈം ലിമിറ്റില്ല. ഒരു കേസ് ഇത്ര നാളിനകത്ത് പറയണമെന്ന്. എത്രയോ കേസുകൾ നമുക്കറിയാം, പ്രതികൾ മരിച്ചു പോയിട്ടും വിധി പറയാത്ത കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്, ഇല്ലേ? അപ്പോൾ അതിനൊരു നിയമം ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ, ലോകമെമ്പാടും എനിക്കൊന്നും പല രാജ്യങ്ങളും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. സമയത്ത് നല്ല വക്കീലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഏത് കാലവും നീട്ടിക്കൊണ്ടുപോകാം. കുറേ കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇര എന്ന് പറയുന്ന വ്യക്തിക്കൊക്കെ മാനസികമായിട്ട് ഇത് മടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് ഒന്നിനും ടെൻഷനാണ് ഇന്നത്തെ ദിവസമൊക്കെ വരും. അതുപോലെ തന്നെ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ആളും ഇത്രയും വർഷം അതിൻ്റെ പിന്നിലാണ്. അയാൾ പ്രതി ആയിട്ടില്ല. പ്രതി ആയി കഴിയുന്നത് വരെ ഒരു പക്ഷേ നിരപരാധി ആണോ ഇല്ല എന്നുള്ളതല്ല ഇവിടുത്തെ മാറ്റർ. ആണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട പോകാൻ അയാളും ഈ 7.5 വർഷം പോകുന്നു. അപ്പോൾ ഈ ഇത് നീട്ടിക്കൊണ്ട് പോകുന്നത് ആർക്ക് വേണ്ടി, എന്തിനെന്നുള്ളത് അത് വക്കീലന്മാരുടെ കയ്യിലാണ്. അത് ഇനിയിപ്പോൾ എനിക്കൊന്ന് സുപ്രീം കോടതി കുറച്ചുകൂടെ ഒന്ന് ജാഗരൂകനായിട്ടുണ്ട് ഈ ഒരു ഇഷ്യൂവിൽ. 7.5 വർഷം കഴിഞ്ഞു. പക്ഷേ പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ ഉപാധികൾ ഇനി എന്താണ്, ഈ പറഞ്ഞ പോലെ അതിനകത്തുനിന്ന് നമുക്കറിയാമല്ലോ, വീഡിയോ വരെ ലീക്കായ ഒരു കേസാണ് അല്ലേ. ഒരു ഇരയെ സംബന്ധിച്ചുള്ള ഇതിലപ്പുറം അപമാനിതയാവേണ്ട വേറൊരു ഇഷ്യൂ എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഇതൊരു അപൂർവമായ ഒരു കേസായിട്ടാണല്ലോ ഇത് ഇത്രയും ചർച്ചയാവുന്നത്. ആ ഇര എന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഇപ്പോഴും ഇന്നിപ്പോൾ ജാമ്യം കിട്ടുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് ഭയങ്കര വറീഡായിരിക്കും. ഉറപ്പല്ലേ, ഇതെന്ത് നിയമം, അപ്പോൾ ഇവിടെ പല പല നിയമങ്ങളുണ്ടോ എന്നൊക്കെ ജനങ്ങൾ സംശയിച്ചാൽ ഇവിടെ അത് കുറ്റം പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ നമ്മൾ ഇതിവിടെ നിൽക്കട്ടെ, ഇതിനോട് പാരലായിട്ട് സിനിമ ഇൻഡസ്ട്രിക്ക് കുറേ കാലമായിട്ട് കണ്ടകശനിയാണല്ലോ ഹേമ കമ്മിറ്റി. ഇനി എത്ര കൊല്ലം പോകുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പോഴെങ്ങും അതിൻ്റെ ഒരു കേസും നടക്കാൻ പോകുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി എന്ന് പറയുന്നത്. അല്ല, അങ്ങനെ ഒരു തോന്നൽ വരും കൂടുതലായിട്ട്. ഈ കേസ് ഈ രീതിയിൽ പോകുമ്പോൾ ഇനി ഒരു കേസുമായിട്ട് പോകാൻ മറ്റൊരു അതിജീവിതയ്ക്ക് വരാനുള്ള ആ മടി പോലും ഉണ്ടാകുന്നത് ഈ കേസ് ഇങ്ങനെ പോകുന്നത് കൊണ്ട് കൂടിയാണ്. ഒന്ന്, ആ അതിജീവിത സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അല്ലാത്തവരുടെ അവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം, ഇല്ലേ? വേണ്ടെന്ന് വെക്കുകയുള്ളൂ. ഇവിടെയാണ് ഈ പല കോംപ്രമൈസുകളും ആയി പോകുന്നത്. മടുത്തു പോവും. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതി ഇടപെട്ടതിന് വളരെ ഇതായിട്ടാണ് നമുക്ക് പറയണം. എത്രയും പെട്ടെന്ന് ഇതിനൊരു എൻഡ് ഉണ്ടാവട്ടെ. അല്ലാതെ വലിയ കഷ്ടമാണ് ഇത് വാസ്തവത്തിൽ. ഇനി കുറെ തെളിവുകളൊക്കെ നശിപ്പിക്കാനും സാധ്യത ഉണ്ടാവാം. അതിലേക്ക് ഞാൻ വരാം. അഡ്വക്കേറ്റ് ശ്രീത്ത്